അമ്മേ? മോളെ, ഗിരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിന്നു. ആ പ്ലാന്റിനെതിരെ സമരം ചെയ്തുകൊണ്ടാവും. മോളെ, കള്ളക്കേസ് അമ്മേ. ഗിരി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോഴേ പോലീസ് വന്ന് ആഹാരത്തിന്റെ മുമ്പേന്ന് വലിച്ചഴിച്ചോണ്ട് കൊണ്ടുപോയെ. ദേവികയോടൊന്ന് പറയണം, എത്രയും പെട്ടെന്ന് ഗിരിയെ പുറത്തിറക്കണം. ഇല്ലെങ്കിൽ ഗിരി സ്റ്റേഷനിലിട്ട് ഉപദ്രവിക്കും. അമ്മ അമ്മ ഫോണിങ് എടുത്തേ. ഹലോ ചേച്ചി, ദേവികയാ. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ഉടനെ സ്റ്റേഷനിലേക്ക് പോവാം. ദേവിക, എങ്ങനെയെങ്കിലും ഗിരിയെ പുറത്തിറക്കണം. ചേച്ചി പേടിക്കണ്ട, കരയാതിരിക്കെ, ഞാൻ പരിഹാരം കാണാം. ആ കേക്ക് നായർ തല്ലിന്ന കേസ് കള്ളക്കേസ് കൊടുത്തിരിക്കുക. നിന്റെ ധൈര്യത്തില ഞാനും അമ്മയ്ക്ക് ഇവിടെ നിൽക്കുന്നേ. ഒരു കൊലപ്പുള്ളിയെ കൊണ്ടുപോകും പോലെ ഗിരിയെ കൊണ്ടുപോയ. ചേച്ചി ധൈര്യമായിട്ടിരിക്കെ. ഗിരീഷേട്ടൻ കേക്ക് നായരെ തല്ലിയൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നേ? ഇത് ഗിരിയെ കൊടുക്കാൻ വേണ്ടിട്ടാ. ചേച്ചി ഫോൺ വെച്ചോ, സ്റ്റേഷനിൽ പോയി ഗിരീഷേട്ടനെ ഇറക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം. മതി, നിന്റെ വാക്ക് കേട്ടപ്പോ സമാധാനമായി. നീ വേഗം സ്റ്റേഷനിലേക്ക് ചെല്ല്. ശരി. അമ്മ, ഇത് വലിയ കാര്യമുള്ള കേസൊന്നുമല്ല, ഞാൻ നോക്കിക്കോളാം. എന്താ മോളെ പറഞ്ഞേ? ദേവി എന്താ പറഞ്ഞേ? അവള് പോയി ഇറക്കാന്നാ പറഞ്ഞ അമ്മേ. MLA അല്ലേ, അവള് പോയ നടക്കും. അച്ഛാ, ഞാൻ സ്റ്റേഷനിലേക്ക് ചെല്ലട്ടെ. സിദ്ധുവും കൂടി ഒന്ന് ചെല്ല്. സിദ്ധു ആവുമ്പോ കാര്യങ്ങൾ പെട്ടെന്നാവുമല്ലോ എന്ന് ഓർത്താ. അങ്ങനെ ഒരു പ്ലാനിന് അനുമതി കൊടുക്കാൻ പാടില്ലാന്ന് കാല് പിടിച്ച് പറഞ്ഞതാ, കേട്ടില്ല? നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കേസിൽ കുടുങ്ങാൻ പോവാ. ഈ സമയത്താണോ സിദ്ധു ഇതൊക്കെ പറയുന്നത്? ഇനി സമയം കാലമൊക്കെ നോക്കി പറയാം, എഴുതി തന്നാ മതി. അമ്മേ, ഞാൻ പോയിട്ട് വരാം. ആ ജോസേ, സക്കീറല്ലേ ഇപ്പോഴത്തെ CI? ഒരു അത്യാവശ്യ കാര്യത്തിന്.